ഇന്ന് ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മദിനമാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും നമ്മളുടെ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ച, ഒരു കാലത്ത് തെറ്റായി വിശ്വസിക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറി നന്മയുടെ പാതയിലേക്ക്, ഗാന്ധിയൻ മാർഗത്തിലേക്ക് എത്തിയ മാധവ്റാവു സദാശിവറാവു ഗോൾവാൾക്കർ, MS ഗോൾവാൾക്കർ എന്ന് പറയുന്ന RSSനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച, 33 വർഷം RSSന്റെ സർസംഘ് ചാലകായിരുന്ന, കേരളത്തിലെ RSSലെ പരമേശ്വർജിയും ശ്രീ രംഗഹരിയും അടക്കം ഒരുപാട് പേർക്ക് മെന്ററും, അടൽ ബിഹാരി വാജ്പേയി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ ഇരിക്കില്ലായിരുന്നു. അതായത് ഗുരുജി ഗോൾവാൾക്കർ ഇരിക്കുന്ന മുറിയിൽ ബഹുമാനം കാരണം എണീറ്റ് നിൽക്കുക മാത്രം ചെയ്യുന്ന ആളായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത 9 പേരെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വിവേകാനന്ദ സ്വാമി കഴിഞ്ഞ് ഗുരുജി ഗോൾവാൾക്കറിനെയാണ് വെച്ചിരിക്കുന്നത്. ഗുരുജി ഗോൾവാൾക്കർ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയാണ്. അതിനേക്കാൾ RSSകാർ തെറ്റിദ്ധരിച്ചൊരു വ്യക്തിയാണ്. RSSകാരെ ഗുരുജി ഗോൾവാൾക്കറിനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് കാലം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉദ്യമം. അത് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾക്കും RSSകാർക്കും കുറച്ച് പ്രകോപനം ഉണ്ടാവും. പക്ഷെ പ്രകോപനം ഉണ്ടാകണ്ട. കാര്യം RSSകാർ മറന്നു പോകുന്ന ഒരു ഗുരുജി ഗോൾവാൾക്കർ ഉണ്ട്. മുസ്ലിങ്ങൾ വായിക്കുന്ന ഒരു ഗുരുജി ഗോൾവാൾക്കർ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം ഇവോൾവ് ചെയ്തു. ആദ്യകാലത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റും ശത്രുവാണ് എന്ന് ഇദ്ദേഹം തെറ്റായി എഴുതിയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. വിചാരധാരയിലും വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡിലും അങ്ങനെ സമാനമായ ക്രിസ്ത്യൻ മുസ്ലിം വിരോധത്തിന്റെ പല കാര്യങ്ങളും കാണാം. എന്നാൽ ഒരു മനുഷ്യൻ നന്നാവില്ലേ? ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാവില്ലേ? എവല്യൂഷൻ ഉണ്ടാവില്ലേ? ഗുരുജിക്ക് ആ രീതിയിൽ വലിയൊരു മാറ്റം വരികയും അവസാന കാലഘട്ടത്തിലേക്ക് 70കളിലൊക്കെ ആവുമ്പോൾ ഗുരുജി പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് പോലും ഇന്ത്യക്ക് ആവശ്യമില്ല. യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. പകരം ഹിന്ദു മുസ്ലിം ഐക്യമാണ്, ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് ഗുരുജി ഗോൾവാൾക്കർ. ആ മാറിയ ഗുരുജി ഗോൾവാൾക്കറിനെയാണ് ഓരോ സംഘപരിവാർ സഹോദരനെയും ഓരോ സംഘപരിവാർ സുഹൃത്തിനെയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യകാലത്ത് ഗാന്ധിജി അടക്കമുള്ളവരോട് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ഗാന്ധിജി അടക്കമുള്ളവരുടെ ഇന്ററാക്ഷനിലൂടെ കുറെ കൂടെ മോഡറേറ്റ് ആകുകയും മാറുകയും ഒക്കെ ചെയ്ത ഗുരുജി RSSകാർക്കും വലതുപക്ഷത്ത് നിൽക്കുന്നവർക്കും നല്ലൊരു മാതൃകയാണ്. ഈ മാതൃകയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗോ മുസ്ലിം പ്രസ്ഥാനങ്ങളോ പോലും യൂണിഫോം സിവിൽ കോഡിനെ പോലെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ, ഭരണഘടനയിലടക്കം പറയുന്ന വിഷയത്തിൽ ഗുരുജി പറയുന്നത് ഇന്ത്യക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. മുസ്ലിങ്ങൾ കൂടുതൽ കല്യാണം കഴിച്ചവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണമാണ് ഞങ്ങളിൽ ചില ആൾക്കാർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്, ഗലത് നസറിയയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും യൂണിഫോം സിവിൽ കോഡിലെ ഈ ഏകശിലാത്മകത, ഏകരൂപത, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഏകരൂപത രാഷ്ട്രോം കെ വിനാശ് കെ കാരൻ ഹെ, ഇത് രാജ്യങ്ങളുടെ നാശത്തിലേക്ക് നയിക്കും. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നാശത്തിലേക്ക് നയിക്കും എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മനുഷ്യനാണ് ഗുരുജി ഗോൾവാൾക്കർ. അപ്പോ ഗുരുജിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഇന്ന് ഫെബ്രുവരി 19 ഗുരുജിക്ക് പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ ലൈഫിലെ വലിയൊരു സ്വാധീനമാണ് ഗുരുജി ഗോൾവാൾക്കർ. അതിന്റെ കാരണം അദ്ദേഹം ഈ എഴുതിയ കാര്യം വായിച്ചപ്പോഴാണ് ഞാൻ കൺവെൻഷനലി വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ്, തെള്ളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. യൂണിഫോം സിവിൽ കോഡ് അടക്കം 1906 ഫെബ്രുവരി 9 ജനിക്കുകയും 15 ജൂൺ 1973 വിട്ടുപിരിയുകയും ചെയ്ത ഗുരുജി ഗോൾവാൾക്കറിന് പ്രണാമം അർപ്പിക്കുന്നു. RSSകാർ കൂടുതൽ ഗുരുജി ഗോൾവാൾക്കറിനെ കുറിച്ച് പഠിക്കണം. മുസ്ലിം വിരോധത്തിന്റെ ഏറ്റവും പരിഷ്കൃത റിഫൈൻഡ് ആയ മുഖംമൂടിയാണ് യൂണിഫോം സിവിൽ കോഡ്. അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിലെ ചില നേതാക്കൾ നിങ്ങളെ പറ്റിക്കുകയാണ്. RSSകാരെ, സ്വയം സേവകരെ, സംഘപ്രവർത്തകരെ യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞ് പറ്റിക്കുകയാണ്. മുസ്ലിം വിരോധത്തിന്റെ അവസാന വാതിലും ചവിട്ടുപടിയാണ് യൂണിഫോം സിവിൽ കോഡ്. അതിനെ തെള്ളിക്കളയാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ക്ലാരിറ്റി കിട്ടും. എനിക്കും പണ്ട് യൂണിഫോം സിവിൽ കോഡ് ശരിയാന്നുള്ള തെറ്റിദ്ധാരണയായിരുന്നു. ഗുരുജിയെ വായിച്ചപ്പോഴാണ് ഈ പറയുന്നത് മുഴുവൻ തെള്ളും കള്ളവുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം ഗുരുജി അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനസംഖ്യ, നമ്മൾ ഹിന്ദുക്കളുടെ അടക്കം ജനസംഖ്യ കുറയുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ഇത് ശ്രീ VD സതീശൻ പണ്ട് ഗുരുജി ഗോൾവാൾക്കറിന്റെ ഒരു ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിക്കുന്നതാണ്. ഇന്ന് VD സതീശൻജി എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും വിവാദങ്ങളുടെ ഭാഗമായിട്ട് ഇതെടുത്തിടാറുണ്ട്. നേരെ തിരിച്ചാണ്. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ഗുരുജിയെ വിളിക്കുകയും നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അതാണ് ഗാന്ധിയൻ അപ്രോച്ച്. ഗുരുജി ഗോൾവാൾക്കറിനോട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഹിന്ദു മുസ്ലിം സാഹോദര്യം നമുക്ക് ആവശ്യമാണ്. അദ്ദേഹം ഒന്നും നെഗറ്റീവ് അല്ല പറയുന്നത്, പോസിറ്റീവാണ്.
അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി RSS ചെയ്യുന്ന സംഘം ചെയ്യുന്ന ഗുരുജി ഗോൾവൽക്കർ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം സാഹോദര്യം നമുക്ക് വേണമെന്ന് പറയും. ഈ രീതിയിലുള്ള പോസിറ്റീവ് അപ്രോച്ചുകളാണ് നമ്മുടെ നാടിന് വേണ്ടത്. ഗുരുജി ഗോൾവൽക്കർക്ക് പ്രണാമം. ശ്രീ VD സതീശൻജിയുടെ ഫോട്ടോ ഇങ്ങനെ വിവാദമാക്കേണ്ട കാര്യമില്ല. അത് വിവാദമാക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് മുസ്ലിം സമൂഹത്തിന് സംഘടിതമായി വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ RSSകാരോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ശ്രീ VD സതീശനോ അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും പരിപാടിക്ക് വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ VD സതീശൻ അടക്കമുള്ളവർക്ക് മതേതരത്വം ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഗുരുജി ഗോൾവാൾക്കർ അടക്കമുള്ളവരെ കൂടുതൽ അറിയാനും പഠിക്കാനും RSSകാരെയും വലതുപക്ഷവാദികളെയും പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ശ്രീ VD സതീശൻ കലത്തിയത് യാതൊരു വിവാദവും ആക്കണ്ട. ഗുരുജി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ്. ആ തെറ്റിദ്ധരിക്കപ്പെട്ട ഗുരുജിയെ തിരിച്ചറിയാൻ RSSകാർക്കാവട്ടെ, നമ്മൾ ഹിന്ദുക്കൾക്ക്, RSSൽ പെടാത്ത ഹിന്ദുക്കൾക്ക് പോലും ഗുരുജി ഒരുപാട് വലിയ മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. ആ മാതൃകകൾ മനസ്സിലാക്കാനാകട്ടെ. അതോടൊപ്പം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഗുരുജിയെ കാര്യമായി പഠിക്കുകയും ഗുരുജിയുടെ നിലപാടുകളുടെ ആഴവും ഇൻസൈറ്റും പ്രത്യേകിച്ച് RSSകാരിലേക്കും എല്ലാ വലതുപക്ഷക്കാരിലേക്കും എത്തിക്കട്ടെ. യൂണിഫോം സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിൽ ഗുരുജിയുടെ നിലപാടാണ് ഏറ്റവും നന്മയുള്ളത്. അത് വലിയൊരു തിരിച്ചറിവും ഇൻസൈറ്റും ഉൾക്കാഴ്ചയും നമുക്ക് തരും. ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിലെ ഹിന്ദു ജനവിഭാഗത്തിന് വേണ്ടി തന്റെ ആയുസ്സും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ച പരംപൂജ്യ ഗുരുജി ഗോൾവൽക്കറിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഈ ഫെബ്രുവരി 19.